സ്പെയിനിൽ സ്പെയിനിൽ മുഹമ്മദ് ബിൻ അബി ആമിർ എന്ന് പറയുന്ന ഒരു കഴുത കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി തന്റെ കഴുതപ്പുറത്ത് ആരെങ്കിലും ഇരുത്തി യാത്ര ചെയ്യിക്കുക, അതിന് 1 ദിർഹം ചാർജ് വാങ്ങിക്കുക, അല്ലെങ്കിൽ ലഗേജുകൾ ചുമന്നുകൊണ്ടുപോയി എവിടേക്കെങ്കിലും എത്തിച്ചു കൊടുക്കുക, ഒരു സാധനം ഡെലിവറി ചെയ്യുക. ഇങ്ങനെ ഒരു കഴുതയെ കൊണ്ട് ജോലിയെടുപ്പിച്ചിരുന്ന മുഹമ്മദ് ബിൻ അബി ആമിർ. അദ്ദേഹത്തിന് 2 കൂട്ടുകാരുണ്ട്. അവർക്കും ഓരോരോ കഴുതകളുണ്ട്. ഇങ്ങനെ ഇവർ 3 കഴുതകൾ ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന 3 സാധാരണക്കാർ. അവരൊരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരു റൂമിലാണ് താമസം. ഒരു ദിവസത്തെ അവരുടെ ശരാശരി വേതനം അല്ല, അവരുടെ ലാഭം 1 ദിർഹമോ 2 ദിർഹമോ ആണ്. അന്നൊരു ദിവസം ഇവരൊരുമിച്ച് റൂമിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുകയാണ്. മുഹമ്മദ് ബിൻ അബി ആമിർ അദ്ദേഹം കൂട്ടുകാരനോട് ചോദിച്ചു, 2 പേരോടും ചോദിച്ചു, നമുക്കൊന്ന് ജീവിതത്തിന്റെ ആഗ്രഹങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നിനക്ക് എന്ത് കിട്ടാനാണ് ആഗ്രഹം? ഒരാൾ പറഞ്ഞു, എനിക്ക് 1 കഴുതയെ കൊണ്ട് ജോലി എടുപ്പിച്ച് 1-2 ദിർഹം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു 5 കഴുതയെങ്കിലും ഉണ്ടെങ്കിൽ എന്ന ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു 10 ദിർഹമെങ്കിലും ഡെയിലി വരുമാനം ഉണ്ടാകുമല്ലോ. അടുത്ത ആളോട് ചോദിച്ചു, നിനക്കോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ ടൗണിൽ, സ്പെയിനിന്റെ ഈ ടൗണിൽ ഒരു കച്ചവട സ്ഥാപനം, ഒരു ഷോപ്പ്, ഒരു പീഡിക റൂം വേണം. എന്നാ പിന്നെ ഈ കഴുതയും വലിച്ചു നടക്കണ്ടല്ലോ, നല്ലൊരു വരുമാനമായില്ലേ. ഇത് പറഞ്ഞപ്പോ മുഹമ്മദ് ബിൻ അബി ആമിർ മിണ്ടാണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു കഴുതയെ പണിയെടുപ്പിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഇവര് ചോദിച്ചു, അല്ല നിന്റെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ രാജ്യത്തിന്റെ ഖലീഫയാകണം, എനിക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാവണം. ഒരു കഴുത മാത്രമുള്ള നീ എങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാവുക? ഞാൻ പറഞ്ഞു, ഞാനിത് പരിശ്രമിക്കാൻ പോവാ. നാളെ മുതൽ ഞാൻ എന്റെ കഴുതയെ വിൽക്കുന്നു, ഞാൻ പുതിയൊരു സംരംഭത്തിലേക്ക് കടക്കുകയാണ്, എനിക്ക് രാജാവാകണം. അവര് പറഞ്ഞു, പൊന്ന സഹോദര, ആകെ 1 ദിർഹമോ 2 ദിർഹമോ കിട്ടുന്ന വരുമാനം പോലും നീ കളഞ്ഞു കുളിക്കല്ലേ. ആകെയുള്ള വരുമാനമാണ് ഈ കഴുത, അതിന് നീ വിറ്റാൽ നിനക്ക് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞു, ഞാൻ ഖലീഫയാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊരു ചോദ്യം ചോദിച്ചു, ഞാൻ ഖലീഫയായാൽ നിനക്ക് എന്ത് വേണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഒരു കൂട്ടുകാരൻ പറ്റ സാധുവാണ്. അത് പറഞ്ഞു, നീ ഖലീഫയാണെങ്കിൽ എനിക്കൊരു കൊട്ടാരം തരണം, 4 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് മഹറും തരണം. പിന്നെ പറഞ്ഞു, പിന്നെ ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒരു വലിയ തോട്ടവും വേണം, ഒരു ഗാർഡനൊക്കെ ഉള്ള. വേറെന്തെങ്കിലും? അത് മതി, അത്ര മതി. വേറെന്തെങ്കിലും വേണോ? അത് മതി. അടുത്ത ആളോട് ചോദിച്ചു, ഞാൻ ഖലീഫയായാൽ നിനക്കെന്ത് വേണം? ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയണം, നിനക്കെന്ത് വേണം? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളത്, നീ എങ്ങാനും ഈ രാജ്യത്തിന്റെ, സ്പെയിനിന്റെ ഖലീഫയായി മാറുകയാണെങ്കിൽ ഒരു കഴുതപ്പുറത്ത് എന്നെ മലർത്തിക്കിടത്തി, എന്റെ മുഖം കറുപ്പ് പെയിന്റ് അടിച്ച് എന്നെ കഴുതപ്പുറത്തുനിന്ന് പിടിച്ച് കെട്ടിയിട്ട്, ദാ നുണ പറയുന്നവൻ കടന്നു പോകുന്നു എന്ന് എന്നെ പറ്റി നീ അങ്ങാടിയിലൊക്കെ പറഞ്ഞു നടന്നോളുണ്ടു. അയാൾ ഒരിക്കലും സംഭവിക്കൂലെന്നാ വിചാരിച്ചത്. സംഭവിച്ചത്, ഒരു കഴുത സവാരിയിൽ നിന്നും ഖിലാഫത്തിന്റെ കസേരയിലേക്ക് കയറിയിരിക്കുകയാണ് മുഹമ്മദ് ബിൻ അബി ആമിർ. സ്പെയിനിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് ബിൻ അബി ആമിറിന്റെ ഭരണകാലം അദ്ദൗലത്തുൽ ആമിരിയ എന്നാണ് അറിയപ്പെടുക. ആമിരി കാലഘട്ടം. അദ്ദേഹം തന്റെ കഴുതയെ പിറ്റേന്ന് വിൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ കൂട്ടുകാരൊക്കെ പറഞ്ഞു, ആശങ്കപ്പെട്ടു. അന്ന് പോലീസിലേക്ക് ആളുകൾ എടുക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് യൂണിഫോം ഒന്നും പോലീസുകാർക്ക് ഫ്രീ കിട്ടൂല, ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കണം. അദ്ദേഹം ഒരു യൂണിഫോം ഒക്കെ സംഘടിപ്പിച്ചു. പോലീസുകാരന്ന് ഉപയോഗിക്കുന്ന ഏതാനും ചില ആയുധങ്ങളും സംഘടിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പോലീസിലേക്ക് ജോലിക്ക് കയറി. നല്ല മിടുക്കനാണ്. തന്റെ കൂടെയുള്ള ആളുകൾ എത്രയധികം നമ്മുടെ മനക്കരുത്തിനെ താഴ്ത്തിക്കെട്ടിയാലും ഞാൻ മുന്നോട്ടു പോകും എന്ന ഉയർന്ന ചിന്തയുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ.
നമുക്കറിയാം വിശുദ്ധ ഖുർആൻ ഇഖ്റ എന്ന വാക്കിൽ നിന്നാണ് 6236 ആയത്തുകളിലായി ലക്ഷക്കണക്കിന് വചനങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചത്. അതിന്റെ തുടക്കം ഇഖ്റ എന്ന് മാത്രമാണ്. മുഹമ്മദ് ഇബ്നു അബി ആമിർ പോലീസുകാരനായി മാറുകയും ആ സമയത്ത് സ്പെയിനിന്റെ ഭരണാധികാരി ഖലീഫ മരണപ്പെടുകയും ചെയ്യുന്നു. അയാൾക്ക് 10 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണുള്ളത്. 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ. ആ മകന് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ല. 10 വയസ്സായ മകന് ഒറ്റയ്ക്ക് ഭരണം നടത്താൻ കഴിയില്ല. അന്നേരം ആ മകന്റെ ഉമ്മ മകന് സഹായികളായി പ്രഗത്ഭരായ 3 പോലീസുകാരെ നിയമിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് എന്ന് വേണം പറയാൻ. മുഹമ്മദ് ഇബ്നു അബി ആമിറും അയാളുടെ കൂട്ടുകാരനായ ഇബ്നു അബി ഗാലിബും അതുപോലെ തന്നെ ഇബ്നു തുമൈഹും 3 പേരും 3 പോലീസുകാർ. ജൂനിയറായ പ്രായം വളരെ കുറഞ്ഞ 10 വയസ്സ് മാത്രം പ്രായമുള്ള സ്പെയിനിന്റെ മരിച്ചുപോയ ഭരണാധികാരിയുടെ മകന് താങ്ങും തണലുമായി ഉപദേശകരായി നിയമിക്കപ്പെടുന്നു. ഇബ്നു തുമൈഹ് തന്റെ കൂടെയുള്ള പോലീസുകാരൻ അയാളുടെ ദുർനടപ്പ് കാരണം മുഹമ്മദ് ഇബ്നു അബി ആമിർ ആ ഉമ്മയെ അറിയിക്കുകയും അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തപ്പോ ഇനി 2 ആള് മാത്രമാണുള്ളത്. മുഹമ്മദ് ഇബ്നു അബി ആമിറും തന്റെ കൂട്ടുകാരനായ ഇബ്നു അബി ഗാലിബ്. ഇബ്നു അബി ഗാലിബിനാണെങ്കിലോ നല്ലൊരു മോളുണ്ട്. ആ മോളെ തന്റെ മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുകയും ചെയ്ത് കുടുംബബന്ധം സ്ഥാപിച്ചു. പിന്നെ ആ കുട്ടിയുടെ കൈകാര്യകർത്താവ് മുഹമ്മദ് ഇബ്നു അബി ആമിറാണ്. ആ കുട്ടി എവിടെ പോകണമെന്ന്, ആർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് മുഹമ്മദ് ഇബ്നു അബി ആമിർ. ഈ സംഭവം നടക്കാൻ 30 വർഷമെടുത്തു. തന്റെ കഴുത വിറ്റിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ കുഞ്ഞിന്റെ കൂടെ വീണ്ടും ഒരു 10 വർഷം. അങ്ങനെ 40 വർഷമായപ്പോൾ ഭരണം നടത്തുന്നത് കുഞ്ഞല്ല, ഭരണം നടത്തുന്നത് മുഹമ്മദ് ഇബ്നു അബി ആമിറാണ്. സൈന്യം അയക്കുന്നത് അയാളാണ്. സ്പെയിനിന്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് മുഹമ്മദ് ഇബ്നു അബി ആമിർ. അങ്ങനെ മുഹമ്മദ് ഇബ്നു അബി ആമിറാണ് ഫലത്തിൽ ഖലീഫ. ഖലീഫ നാമത്തിൽ ചെറിയ ചെറുപ്പക്കാരനാണെങ്കിലും ഭരണം നടത്തിയത് മുഹമ്മദ് ഇബ്നു അബി ആമിറാണ്. അതുകൊണ്ടാണ് സ്പെയിനിന്റെ ചരിത്രത്തിൽ ആമിരി ഭരണകാലം എന്ന് കേൾക്കാൻ കഴിയും. അദ്ദൗലത്തുൽ ആമിരിയ, അത് മുഹമ്മദ് ഇബ്നു അബി ആമിറിന്റെ കാലമാണ്. 40 കൊല്ലം കഴിഞ്ഞപ്പോ തന്റെ പഴയ 2 കൂട്ടുകാരെ, കഴുതപ്പണി ചെയ്തിരുന്ന 2 കൂട്ടുകാരെ ഓർമ്മ വന്നു. അങ്ങാടിയിൽ ചെന്ന് വിളംബരം ചെയ്തു, ഇന്നാലിന്റെ വിശേഷണങ്ങളുള്ള 2 പേര് എന്റെ കൊട്ടാരത്തിലേക്ക് വരണം. അപ്പൊ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആൾക്കാർക്ക് മനസ്സിലായി. 2 പേരും വന്നു. ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മണ്ട്. അന്ന് ഞാൻ ഖലീഫയാകുന്ന പറഞ്ഞപ്പോ കളിയാക്കിയത് ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, ഞാൻ ഖലീഫയായാൽ എന്ത് വേണമെന്ന് ചോദിച്ചല്ലോ. എന്താ നിങ്ങൾ മറുപടി പറഞ്ഞത്? ഓർമ്മണ്ടോ? ഒരാളോട് പറഞ്ഞു ഓർമ്മണ്ട്, എനിക്ക് 4 പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനുള്ള മഹർ വേണം. ഓക്കെ, പിന്നെ നീ ചോദിച്ചു, പിന്നെ നീ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്, എനിക്കൊരു കൊട്ടാരം, അതിന്റെ മുമ്പിൽ തോട്ടങ്ങളൊക്കെ ഉള്ള നല്ല മനോഹരമായൊരു കൊട്ടാരം, പാലസ് വിത്ത് ഗാർഡൻ. അപ്പോ ഇത് ഈ സ്വർണ്ണ നാണയങ്ങൾ നിനക്ക് മഹർ കൊടുക്കാനുള്ള നിന്റെ വിവാഹത്തിന് ആവശ്യമായതാണ്. പിന്നെ കൊട്ടാരത്തിന്റെ കീയും കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ വളരെ മനോഹരമായ ഒരു മലർവാടിയുള്ളൊരു കൊട്ടാരം എനിക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നു. അതിലേറെ നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നു. അടുത്ത ആളോട് ഓർമ്മയുണ്ടോ? പറഞ്ഞു, പൊന്നു ചങ്ങാതി എന്നെ നാണം കെടുത്തല്ലേ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, ഒന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. എന്നെ ഒരു കഴുതപ്പുറത്ത് മലർത്തി കിടത്തി, എന്റെ മുഖത്ത് കറുപ്പ് പെയിന്റ് അടിച്ച്, ദാ കള്ളൻ നുണ പറയുന്നവൻ എന്ന് പറഞ്ഞ് അങ്ങാടിയിലൂടെ വെച്ചെന്ന് നടത്തിയേക്കണം, എന്നാ പിന്നെ ഞാനത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ കൂട്ടുകാരനെ കഴുതപ്പുറത്ത് കെട്ടിവെച്ച് കൊണ്ടു നടന്നു സ്പെയിനിന്റെ അങ്ങാടിയിൽ. ഇത് മുഹമ്മദ് ഇബ്നു ആമിർ ചെയ്തത് വരും കാലങ്ങളിൽ വരുന്ന ആളുകൾക്ക് പ്രതീക്ഷകൾക്ക് വകവെക്കാനാണ്. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയണം, പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായി മാറണം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണം. നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നതങ്ങളിലേക്ക് നോക്കണം.
നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ചിന്തിക്കണം. വിദ്യാഭ്യാസം എവിടെയെങ്കിലും ഒരു ഗ്രാജുവേഷനിൽ അവസാനിപ്പിക്കാതെ മുന്നോട്ടുള്ള യാത്രയിൽ കുതിച്ചു പോകണം. ഒരിക്കലും പിന്നോട്ട് നോക്കരുത്. മുന്നോട്ടുള്ള വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു മനസ്സുമായി ഈ ഉമ്മത്ത് ജീവിക്കണമെന്ന് 1000 തവണ വിളിച്ചു പറയാനാണ് മുഹമ്മദ് ബിൻ നബി ആമിർ എന്ന ഖലീഫ